ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇനി നോമ്പാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയൊക്കെ നമ്മൾ ഇതാ ലാസ്റ്റാണ് നമ്മളെ ക്ലീനിങ്ങൊക്കെ. ലേറ്റായിട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരാമെന്നല്ലേ. അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. എല്ലാവരും ഇനി നോമ്പിന് വേണ്ടി വെയിറ്റ് ആക്കുന്നുണ്ടാവും. നമ്മൾ ഇതാ ലാസ്റ്റ് നമ്മുടെ ഫേവറേറ്റ് സ്ഥലമായ നമ്മളെ കിച്ചൺ, അതുതന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന കിച്ചണും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വൃത്തിയാക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾ കരുതേണ്ട അമ്മ അപ്പം ഉണ്ടാക്കി മാത്രം ബുക്കലാന്ന് ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല എന്ന്. നമ്മൾ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടി ആവുമ്പം ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇതാ കിച്ചൺ മാത്രം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കിച്ചണിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം സെയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ആവശ്യമുണ്ട്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് രാത്രി 11 മണിക്കാണ് സമാപിച്ചത്. 2 കിച്ചൺ ഉണ്ട്. ആ 2 കിച്ചണും ക്ലീനാക്കി കിടക്കുമ്പോൾ രാത്രി 11 മണിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കസ്റ്റമറൊക്കെ വന്നിട്ട് സാധനം വാങ്ങിയിട്ട് പോകുന്നതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇത് നമ്മളെ കയ്യിൽ നിന്നൊരു പാത്രം പൊട്ടി, ആ പാത്രം പൊട്ടിയ ശബ്ദേ അപ്പം കേട്ടിട്ടില്ലോ, വേറൊരാളെ ശബ്ദം കേട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ആ പാത്രം പൊട്ടിയത്. പിന്നെ ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ട്. നേരെ മറിച്ച് എൻ്റെ മക്കളെയും എന്നാണെങ്കിൽ വലിയ സൗണ്ട്, എൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേൾക്കായിരുന്നു. പക്ഷേ ഇത് പൊട്ടിയപ്പോൾ ഞാനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞോ, കാലക്കേട് നീങ്ങിയതായിരിക്കും പാത്രം പൊളിഞ്ഞിട്ടെന്ന്. നമ്മളെ കയ്യിൽ നിന്ന് വീഴുമ്പോൾ അതിനൊരു കാരണമുണ്ട്. വേറെ കുട്ടികളെയും വന്നാണെങ്കിൽ ശ്രദ്ധിക്കായിട്ട് എന്ന് പറയട്ടേനും, എന്താക്കലല്ലേ ഓരോ ഇത്. അങ്ങനെ ഇത് നമ്മളെ ജനലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഉള്ളതല്ലാന്ന് കാണേണ്ടത് ഇതൊക്കെ വേഗം ആയിന്. പിന്നെ താഴത്തെ ഭാഗമൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടിട്ടുണ്ട്. പേപ്പറൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഈ ഓരോരോ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുക്കാനും അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഉള്ളത്. പിന്നെ ഇത് രണ്ടാമത്തെ കിച്ചണൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഇനി ക്ലീൻ ചെയ്തെടുക്കണം. വേഗം ഓരോന്നും ഓരോ സ്ഥാനത്ത് അങ്ങ് മാറ്റി വെക്കുകയെന്ന്, എന്നാലേലും വേഗമാകും. പിന്നെ അതിൻ്റെ ഇടയിൽ 2 കുംസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. അതിന് മുട്ട കുംസ്. അപ്പം അതിൻ്റെ ഇടയിൽ രാത്രി 8 മണി നമുക്ക് വേണമെന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടുക്കളയും 2 കിച്ചണും നോക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഡ്രാഗൺ ചിക്കനും വൈറ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ 2 കുംസും കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കെങ്കിലും മുട്ട കുംസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഓരോരുത്തരും പിന്നെ ഓരോ റെസിപ്പീൻ്റെയും വീഡിയോ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എനിക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളും തിരക്കാണ്. ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ എടുത്തതാണ്. അപ്പം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ രാത്രി 11 മണിയോടുകൂടി നമ്മുടെ ക്ലീനിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.